ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റിംഗ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഗൂഗിൾ കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് ഗൂഗിൾ കലണ്ടർ. ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഗൂഗിൾ കലണ്ടർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ മീറ്റിലാണ് ഗൂഗിൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത്. കലണ്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ഗൂഗിൾ മീറ്റിലാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ആദ്യം കാണിക്കുന്നത് ന്യൂ മീറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ന്യൂ മീറ്റിംഗ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം വന്ന ഓപ്ഷൻ ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ആദ്യം തന്നെ നമുക്കൊരു മീറ്റിംഗ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഈ മീറ്റിംഗ് ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന മീറ്റിംഗ് കോഡ് ടൈപ്പ് ചെയ്തിട്ടും നമുക്കൊരു മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഷെയർ ഇൻവിറ്റേഷൻ എന്നുള്ളതാണ്. ഞാൻ ഈ ഷെയർ ഇൻവിറ്റേഷൻ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വാട്സാപ്പോ ടെലിഗ്രാമോ പോലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വാട്സാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊരു മീറ്റിംഗ് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ജോയിൻ എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ ന്യൂ മീറ്റിംഗ് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. ഇപ്പം തന്നെ നമുക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മളിതൊന്ന് പ്രസ് ചെയ്യാണ്. അപ്പം നമുക്കിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാമറയും ഓഡിയോയും നമ്മളിവിടെ നിന്ന് ഓഫ് ചെയ്യാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ക്യാമറ ഇതൊന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവരെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യിക്കാം, അഡ്മിറ്റ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പെട്ടെന്നൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മീറ്റിംഗിൽ നിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്ഷനാണ് ന്യൂ മീറ്റിംഗ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത് ഗൂഗിൾ കലണ്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ കലണ്ടറിൽ ആദ്യം തന്നെ ഈ ഒരു മീറ്റിങ്ങിന് നമ്മൾ എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത് അതിവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ ബയോളജി ക്ലാസ്സാണ്, അതിനെക്കുറിച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് ബയോളജി എന്ന് കൊടുത്തു. ഏത് ക്ലാസ്സിനാണ് കൊടുക്കണമെങ്കിൽ അതും കൂടി കൊടുക്കുന്നു. ഇനി ഇവൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഏത് മെയിൽ അക്കൗണ്ടിലാണോ ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അതേ മെയിൽ അക്കൗണ്ടിൽ തന്നെ വേണം ഈ ഒരു മീറ്റിംഗ് നടത്താൻ. ഡിഫോൾട്ടായിട്ട് എൻ്റെ മെയിൽ അക്കൗണ്ട് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു മെയിൽ അക്കൗണ്ടിൽ തന്നെയാണ് ഗൂഗിൾ മീറ്റ് നടത്തേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടൈമും ഡേറ്റും സെറ്റ് ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ ഡേറ്റ് എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്യുന്നു. ഞാൻ മൺഡേ 7:30 വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മൺഡേ എന്ന് കൊടുത്തു. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇനി ഇവിടെ ടൈം എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്യാണ്. 7 എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്യുന്നു. 7:30 എന്നുള്ളത് പ്രസ് ചെയ്തു. ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് 1 hour ഇതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കത് മാറ്റണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി ഡസ് നോട്ട് റിപ്പീറ്റ് എന്നുള്ളിടത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ഇത് എങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്യണം, എല്ലാ ദിവസവും ഇതേ ടൈമിന് തന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുക്കാം. അതല്ല എവറി വീക്ക് എല്ലാ വീക്കിലും മൺഡേ ഈ ഒരു ടൈമിൽ ക്ലാസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഈ ഒരു ഓപ്ഷനല്ല നമുക്ക് വേറെ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസങ്ങൾ നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു പെർമനൻറ്റ് ലിങ്ക് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഇതെല്ലാ ദിവസവും ഈ ഒരു സമയത്തിന് നടക്കണമെങ്കിൽ നമുക്കിവിടെ ഓൾ ഡേ എന്നുള്ളതൊന്ന് ടിക്ക് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ മെയിൽ ID നമുക്കറിയാമെങ്കിൽ ഈ ഒരു ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ഇമെയിൽ ID കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ കോണ്ടാക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
ഇനി ആഡ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ്. ആഡ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ആഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 minutes ബിഫോർ ആണോ നോട്ടിഫിക്കേഷൻ വരേണ്ടത്, എങ്ങനെയാണോ വരേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. 1 hour ആണോ 10 minutes ആണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി അതല്ല കസ്റ്റം പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് ആഡ് വീഡിയോ കോൺഫറൻസിങ്. ഒരു വീഡിയോ കോൺഫറൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡിഫോൾട്ട് കളറാണ്. ഡിഫോൾട്ട് കളർ എന്നുള്ളതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ കലണ്ടറിൽ ഈ ഒരു മീറ്റിംഗ് ലിങ്ക് ഒരു സ്പെഷ്യൽ കളറിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കളറിലായിരിക്കും നമ്മുടെ കലണ്ടറിൽ ഇത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ആഡ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഈ നമ്മുടെ ഡ്രൈവോ അല്ലെങ്കിൽ പിന്നെ ഗാലറി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഫയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റേഴ്സോ ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ആഡ് അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററോ നമുക്കിവിടെ ആഡ് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അതിനായിട്ട് മുകളിലുള്ള സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പം നമ്മൾക്ക് നോക്കിയാൽ ഇത് ഗൂഗിൾ കലണ്ടറാണ് ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ആ ഗൂഗിൾ കലണ്ടറിൽ ഞാനിവിടെ കൊടുത്തതുപോലെ എല്ലാ മൺഡേയും ഈ ഒരു ക്ലാസ് 7:30 to 8:30 എന്നാണ് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ദിവസങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ കൊടുത്ത കളറിൽ ഈ ഒരു ക്ലാസ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ക്ലാസ് ഇപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ഇതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിവിടെയുള്ള എഡിറ്റ് ഓപ്ഷൻ ഒന്ന് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഇവൻ്റ് ആണോ അല്ലെങ്കിൽ ഇനി വരുന്ന ഫോളോയിങ് ഇവൻ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ വേണ്ട ഓപ്ഷൻ അത് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്യുന്നു. നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഷെയർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു വാട്സാപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിത് ഷെയർ ചെയ്യാണ്. അപ്പം നമ്മളിവിടെ നോക്കിയാൽ കാണാം നമ്മൾ മുമ്പ് അയച്ച മീറ്റിംഗ് ലിങ്കിനെക്കാളും വ്യത്യാസമാണ്. ഏത് സബ്ജക്റ്റാണെന്നും ഏത് ക്ലാസ്സാണെന്നുമുണ്ട്, ഏത് ദിവസം ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൾ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലിങ്കിൽ പ്രസ് ചെയ്യുന്ന ഏതൊരാൾക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഈ ഒരു 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ദിവസത്തെ മാത്രമായിട്ടാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഇവൻ്റ് എന്ന് കൊടുക്കാം. അതല്ല ഇത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലെ എല്ലാ ദിവസത്തെയും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ആൻഡ് ഫോളോയിങ് ഇവൻറ്റ്സ് കൊടുക്കാം. ഇതിന് മുമ്പുള്ളതും എല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾ ഇവൻറ്റ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കലണ്ടറിൽ ഉണ്ടായിരുന്ന നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഷെഡ്യൂൾ മീറ്റിംഗ് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പെർമനൻറ്റ് ലിങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.